കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ നിന്ന് നിർണായകമായ ദിവസമാണ്. മൂന്നിൽ ആരാകും മുഖ്യൻ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. നോക്കാം മുഖ്യനംഗം. കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് അനിശ്ചിതത്വം തുടരുന്നതിനിടെ ഹൈക്കമാൻഡ് വിളിച്ച കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ യോഗം ഡൽഹിയിൽ തുടങ്ങി. യോഗം സോണിയാഗാന്ധിയുടെ വസതിയിലാണ് ചേരുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും എന്നതാണ് വിവരം. ഡി ബിനോയ് ചേരുന്ന വിവരങ്ങളുമായി. ബിനോയ്, അങ്ങനെ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നോടുകൂടി തന്നെ ഈ ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമോ? കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരെല്ലാം തന്നെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു. യോഗം ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ആണ് ഇപ്പോൾ യോഗ നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. കാരണം നേരത്തെ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് അവസാന വട്ടത്തിലായിരിക്കും സോണിയാഗാന്ധിയെ കാണുക എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റ് തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താനാണ് ഇപ്പോൾ കേരളത്തിലെ നേതാക്കന്മാരെ വിളിപ്പിച്ചിരിക്കുന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വൈകുന്നേരത്ത് മല്ലികാർജ്ജുൻ ഖാർഗെ കൂടി എത്തി. അദ്ദേഹവും സോണിയാഗാന്ധിയുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. അതിനുശേഷം മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും വലിയ തരത്തിലുള്ള ചർച്ചകൾ ഡൽഹി കേന്ദ്രീകരിച്ച് ഇപ്പോൾ നടക്കുന്നു. പ്രത്യേകിച്ചും കേരള മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അത് എത്ര കണ്ട് ഇനി ഫലപ്രദമാകും എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. കാരണം മൂന്ന് നേതാക്കന്മാരും ഒരുപോലെ തന്നെ വിട്ടുവീഴ്ചയില്ലാതെ തുടരുകയാണ്. ഇതിനിടയിൽ സംസ്ഥാന അധ്യക്ഷൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം, കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ വൈകുന്നത് ഒരു പരിധിവരെ ആ വലിയ വിജയത്തിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ KPCC അധ്യക്ഷൻ അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രവുമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ K മുരളീധരൻ ഉൾപ്പെടെയുള്ള ചില നേതാക്കന്മാർ നിർണായകമായ തീരുമാനം ഇന്ന് സോണിയാഗാന്ധിയെ അറിയിക്കും. അതിനുശേഷം എല്ലാ നേതാക്കന്മാരുമായുള്ള ചർച്ചയ്ക്ക് ഒടുവിലായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. ചില നേതാക്കന്മാർ, പ്രത്യേകിച്ചും യുവ നേതാക്കന്മാരുടെ പിന്തുണ KC വേണുഗോപാലിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ കൂടി സോണിയാഗാന്ധി കേൾക്കും. നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് KC വേണുഗോപാലിനാണ് MLA മാരുടെ പിന്തുണ കൂടുതൽ തന്നെയും കേരളത്തിൽ നിന്നുള്ള ഗ്രൗണ്ട് റിയാലിറ്റി അല്ലെങ്കിൽ ആളുകൾ അല്ലെങ്കിൽ സാധാരണ വോട്ടർമാർ എന്താണ് പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ കാര്യങ്ങൾ മേലുള്ള ഒരു ചർച്ചയിലേക്ക് കടക്കുക. മാത്രമല്ല ഘടകകക്ഷികൾ വളരെ കൃത്യമായി ഈ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുപ്പ് എന്ന കാര്യം വളരെ വൈകുന്നു എന്ന തരത്തിൽ ഒരു പരാതി ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സോണിയാഗാന്ധി തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ചർച്ച നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും കേരളത്തിലാണുള്ളത്. VD സതീശൻ പറവൂരിലെ വീട്ടിൽ, രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്തും ഉണ്ട്. ഇരു നേതാക്കളും ഇത് സംബന്ധിച്ച ഒരു വിവരങ്ങളും പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. ഫ്ലക്സുകൾ ഉയർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചുകൊണ്ടുള്ള യുദ്ധം തൽക്കാലം അവസാനിച്ചിട്ടുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിലുള്ള പോർവിളി നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. KC വേണുഗോപാലിന് അനുകൂല നിലപാട് സ്വീകരിച്ച ചില നേതാക്കന്മാർക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചില പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ പോസ്റ്റുകളൊക്കെ ഇന്നലെ മുതലാണ് ആരംഭിച്ചിരിക്കുന്നത്. കാരണം നിലപാട് വ്യക്തമാക്കി KC വേണുഗോപാലിന് അനുകൂലമായി നിലപാട് വ്യക്തമാക്കുന്ന നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടാണ് ചില അനുഭാവികളും ചില ആളുകളും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ചർച്ച ഏറെ സമയം നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടാവില്ല. എല്ലാ നേതാക്കന്മാർക്കും പറയാനുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധി കേൾക്കും. അതിനുശേഷം ഒരു തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയെടുക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ആരാകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ നേതാക്കന്മാർക്കുള്ളത്. ശരി, എന്തായാലും വൈകുന്നേരത്തോടു കൂടി തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. കേരളത്തിൻ്റെ കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടയിലാണ് ഹൈക്കമാൻഡ് വിളിച്ച കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ യോഗം അങ്ങനെ ഡൽഹിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. സോണിയാഗാന്ധിയുടെ വസതിയിലാണ് യോഗം ചേരുന്നത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.